ബജറംഗദളിന് കോടി കോടി സ്തോത്രം. സ്തോത്രം എന്ന പദം കേൾക്കുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് ഒരു ചെറിയ പ്രയാസമുണ്ടാകും. കാരണം ദൈവത്തിന് കൊടുക്കുന്ന പദമാണ് സ്തോത്രം. എന്നാൽ സ്തോത്രം എന്ന പദം ഒരു മന്ത്രോച്ചാരണമൊന്നുമല്ല, പിന്നെയോ നന്ദി എന്നർത്ഥം മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ താങ്ക്സ് എന്ന് പറയും. അതുകൊണ്ട് ബജറംഗദളിന് കോടിക്കോടി സ്തോത്രം കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വിശ്വാസികൾ ആരും ഭാരപ്പെടരുത്. ഞാൻ സത്യമായിട്ടും പറയാം, എൻ്റെ ഹൃദയം തുറന്ന് പറയുകയാണ്, ബജറംഗദളിന് കോടിക്കോടി നന്ദി. കാരണമുണ്ട്. ഛത്തീസ്ഗഡിൽ നമ്മുടെ പ്രിയ കന്യാസ്ത്രീമാരെ മനുഷ്യക്കടത്തിൻ്റെയും നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെയും പേരിൽ ജയിലടച്ചിരിക്കുകയാണല്ലോ. അതുണ്ടാക്കിയ ചലനങ്ങൾ, അതിൻ്റെ പ്രതിഷേധങ്ങൾ ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ വിഷയം അതല്ല, പ്രതിഷേധമല്ല എൻ്റെ വിഷയം. മറിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പീഡനങ്ങൾ നടക്കുന്ന ഇപ്പോഴല്ല, ദീർഘനാളുകളായി ഓരോ ദിവസവും ഓരോ 24 മണിക്കൂറിലും അനേക ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവരുണ്ടാക്കിയിരിക്കുന്ന ആൻറ്റി കൺവേർഷൻ ലോ, അതിന് അവർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് അനേക ദൈവാസന്മാരെ, അനേക പാസ്റ്റർമാരെ, അനേക വൈദികന്മാരെ, അനേക വിശ്വാസികളെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ട്. സഭാ ഹാളുകൾ തല്ലിപ്പൊളിക്കുന്നുണ്ട്, അവർ ജയിലടയ്ക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കേട്ടപ്പോഴും കണ്ടപ്പോഴും കേരളത്തിലെ മത അധ്യക്ഷന്മാർക്കും പാരമ്പര്യ ക്രൈസ്തവർക്കും ഒരു ഭാരവും ഉണ്ടായില്ല, ഒരു സങ്കടവും ഉണ്ടായില്ല. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നുള്ള രീതിയിൽ അവർ തുടരുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ 2 ക്രൈസ്തവ കന്യാസ്ത്രീമാരെ ജയിലടച്ചപ്പോൾ, അതും അന്യായമായി ജയിലടച്ചപ്പോൾ, കേരളത്തിലെ ക്രൈസ്തവ സഭ ഉണർന്നു. വലിയ പ്രതിഷേധമായി. എൻ്റെ വിഷയം പ്രതിഷേധമല്ല. കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക്, പാരമ്പര്യ സഭകൾക്കും മത അധ്യക്ഷന്മാർക്കും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സഭാപീഡനത്തെക്കുറിച്ച് ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടായി. അതുണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്, ബജറംഗദൾ. സോ നിങ്ങൾക്ക് കോടിക്കോടി സ്തോത്രം. രണ്ടാമതായി, നിങ്ങൾ സഭയെ പീഡിപ്പിക്കുമ്പോൾ സഭയ്ക്ക് ഈ ഭൂമിയിലും സ്വർഗത്തിലും വലിയ പ്രതിഫലം ലഭിക്കും. പീഡനങ്ങളിലാണ് ദൈവസഭ എന്നും വളർന്നിരിക്കുന്നത്. ദയവായി നിങ്ങളുടെ എതിർപ്പുകളും പരിഹാസങ്ങളും നിന്ദകളും കായികമായ പീഡനങ്ങളൊക്കെ തുടരുക. ഇവിടെ ദൈവസഭ വളരും. അതിന് കാരണമുണ്ട്. നിങ്ങൾ സഭയെ പീഡിപ്പിക്കുമ്പോൾ സഭ മുട്ടിന്മേലിരിക്കാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ആ ശക്തിയിൽ നിങ്ങൾ ആകർഷിക്കപ്പെടുകയും നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വരികയും നിങ്ങൾ മാനസാന്തരപ്പെടുകയും സത്യദൈവത്തിങ്കിലേക്ക്, നിത്യജീവങ്കിലേക്ക് നിങ്ങൾ തിരികെയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പീഡനങ്ങൾക്കായി കോടി കോടി സ്തോത്രം. മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി തന്നെ വിശുദ്ധ വേദപുസ്തകം എടുത്ത് ശുശ്രൂഷയ്ക്കിറങ്ങിയ വലിയൊരു കൂട്ടമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടമുണ്ട്. അതുപോലെ അനുഗ്രഹം പ്രാപിപ്പാനും സൗഖ്യം പ്രാപിപ്പാനും ഒക്കെ സഭയിൽ വരുന്ന വലിയൊരു കൂട്ടം ജനമുണ്ട്. ഈ പീഡനം തുടങ്ങുമ്പോൾ ഇവരിൽ മിക്ക ആൾക്കാരും വേദപുസ്തകം താഴെ വെച്ചിട്ട് മറ്റു പരിപാടിക്ക് പോകും. അവർക്ക് ഭയമാണ്. അങ്ങനെയുള്ള ഈ ദൈവകൃപയില്ലാത്തവരെ, ഉപജീവനത്തിന് വേണ്ടി ഇതിനകത്ത് വന്നവരെ നിങ്ങളുടെ പീഡന നിമിത്തം പുറത്താക്കാൻ കഴിയും. സഭയ്ക്കകത്ത്, ദൈവസഭയ്ക്കകത്ത് വലിയ ഒരു ശുദ്ധീകരണമുണ്ടാകും. അതിനായിട്ട്, നിങ്ങളുടെ ഈ എതിർപ്പിനായിട്ട് കോടി കോടി സ്തോത്രം. ദൈവസഭയ്ക്ക് ഈ ഭൂമിയിൽ വലിയ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
മാത്രമല്ല ദൈവസഭയെ നേടുവാൻ, മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഇന്നുവരെ ഭൂമിയിൽ ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്ത വിധം വലിയ കൊടിയ പീഡനങ്ങളിലൂടെ യേശു കർത്താവ് കടന്നു പോയിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ ഈ സഭയ്ക്ക് വരാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വ്യത്യസ്തമായ പീഡനങ്ങളിലൂടെ കടന്നുപോയവരാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ദൈവസഭ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സഭ ഈ ഭൂമിയിൽ വളർന്നു വന്നിരിക്കുന്നത്. ഇനി യേശു കർത്താവ് പറഞ്ഞ 1-2 വചനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ഈ പീഡനത്തിൻ്റെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് ലഭ്യമായി തീരും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം പറയുന്നു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. എന്തുകൊണ്ടാണ് സഭയെ മാത്രം ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? അത് യേശു എന്ന ഏകനാമം നിമിത്തമാണ്. സ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന എല്ലാ നാവും കർത്താവെന്ന്, രാജാവെന്ന് ഏറ്റുപറയേണ്ട നാമമാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ആ നാമത്തോട് വലിയ എതിർപ്പുണ്ട്. ആ യേശുവിൻ്റെ നാമത്തിനു എതിരെയുള്ള എതിർപ്പാണ് യേശുവിൻ്റെ സഭയോട് ഈ ലോകം കാണിക്കുന്നത്. ഇനി മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 16-ാം വാക്യം തുടങ്ങി വായിച്ചു കേൾപ്പിക്കാം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്ക് മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. ഈ ഭൂമിയിൽ ദൈവസഭയ്ക്ക് ഉപദ്രവമുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യും, കോടതി കൊണ്ടുപോകും, ജയിലിലടയ്ക്കും. അതെല്ലാം യേശുവിൻ്റെ നാമത്തെ ഉയർത്താനും യേശുവിനെ സാക്ഷ്യം വഹിക്കാനും നിത്യരക്ഷയുടെ നിത്യജീവൻ്റെ സുവിശേഷം അവർക്ക് വെളിപ്പെടുത്തുവാനും വേണ്ടിയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന നമ്മുടെ കന്യാസ്ത്രീമാർ ഓർത്ത് നിങ്ങളാരും തെരുവിലിറങ്ങി വലിയ പ്രതിഷേധമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഇനി 21-ാം വാക്യം, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. കണ്ടോ, യേശുവിൻ്റെ നാമനിമിത്തം ഒരു ഭവനത്തിൽ അപ്പൻ യേശുവിനെ സ്വീകരിച്ചാൽ മക്കൾ എഴുന്നേറ്റ് അപ്പനെ കൊല്ലും. ഒരു ഭവനത്തിൽ അമ്മ യേശുവിനെ സ്വീകരിച്ചാൽ അപ്പനും മക്കളും എഴുന്നേറ്റ് അമ്മയെ കൊല്ലും. ഒരു ഭവനത്തിൽ മക്കൾ യേശുവിനെ സ്വീകരിച്ചാൽ അപ്പനും അമ്മയും എഴുന്നേറ്റ് മക്കളെ പീഡിപ്പിക്കും. കാര്യം എന്താ? യേശുവിൻ്റെ നാമം നിമിത്തമാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ എതിരെ ഉണ്ടാകുന്ന ഒരു വലിയ പോരാട്ടമുണ്ട്. അത് നിങ്ങളല്ല ചെയ്യുന്നത്, അതിൻ്റെ പിമ്പിൽ ഒരു വലിയ ശക്തിയുണ്ട്. ഞങ്ങൾ ആ ശക്തിയെ വിളിക്കുന്നത് സാത്താൻ എന്നാണ്. ദൈവത്തിൻ്റെ നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക് ഈ ലോകത്തിൽ ജനം പ്രവേശിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാചിന് യേശുവിൻ്റെ നാമത്തോട് വലിയ എതിർപ്പാണ്. കാരണം യേശുവിൻ്റെ നാമത്തിലൂടെ, ആ നാമത്തിലുള്ള വിശ്വാസത്തിലൂടെ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുക. നരകത്തിൽ നിന്നും, ദൈവം നരകമുണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയല്ല, പിശാചിനും അവരുടെ കൂടെ വീണുപോയ ദൂതന്മാർക്കും വേണ്ടിയാണ്. ആ പിശാചിൻ്റെ നരകത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും ജനത്തെ വിടുവിക്കുന്നത് യേശുവിൻ്റെ നാമമാണ്. ആ യേശുവിൻ്റെ നാമത്തിൽ ഉള്ള വിശ്വാസത്താൽ ഒരുവൻ നിത്യനരകത്തിൽ നിന്നും സാത്താൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് പിശാചിന് യേശുവിൻ്റെ നാമത്തോട് വലിയ എതിർപ്പുണ്ട്.
ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ അജ്ഞത മുതലെടുത്ത് പിശാച് അവരെ ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തെ എതിർക്കുകയും യേശുവിൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും ചെയ്യുകയാണ്. ആ പീഡനം കൊണ്ട് സഭ തളർന്നു പോവുകയല്ല, സഭ വളരുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ദയവായി സംഘപരിവാറിനോടുള്ള എൻ്റെ അപേക്ഷയാണ്, നിങ്ങളുടെ പീഡനം നിർത്തരുത്. നിങ്ങൾ സഭയെ പീഡിപ്പിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ സഭയെ നിങ്ങൾ അധികം പീഡിപ്പിക്കണം. കേരളത്തിലെ ക്രൈസ്തവ ജനം മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഇന്ത്യ വേഗത്തിൽ വിടുവിക്കപ്പെടും, ഇന്ത്യ വേഗത്തിൽ രക്ഷിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാർ, പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും പറഞ്ഞ ഓരോ വാക്യങ്ങൾ കാണിച്ച് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഈ പീഡനം വരുമ്പോൾ ഇതെന്തോ വലിയ കാര്യമാണെന്ന് വെച്ച് നിങ്ങൾ അതിശയിക്കുകയും ഭാരപ്പെടുകയും ഭയപ്പെടുകയും ഒന്നും ചെയ്യരുത്. ഇത് ദൈവം നിങ്ങളെ പരിശോധിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുമോ, പീഡനത്തിൻ്റെ മുമ്പിൽ പതറിപ്പോകുമോ എന്ന് ദൈവം നിങ്ങളെ പരിശോധിക്കുക. വാക്യം 13, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. ഈ പീഡനത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് നാം പങ്കുള്ളവരായി തീരുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഈ പീഡനം അനുഭവിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ തേജസ് അധികമായി ലഭിക്കും. വാക്യം 14, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ. കാര്യം എന്താ? മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിച്ചാൽ, പീഡനം സഹിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ ഓരോ അപമാനവും നിന്ദയും പീഡനവും നിങ്ങളുടെ മേൽ വരുമ്പോൾ അതെല്ലാം പോയി വീഴുന്നത് നിങ്ങളുടെ മേൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മേലാണ്. അവൻ അവരോട് ഒരിക്കൽ കണക്ക് ചോദിക്കും. താഴെ പറയാണ് വാക്യം 16, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട്, യേശുവിൻ്റെ അനുയായിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്ര വേണ്ടത്. അതുകൊണ്ട് ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ നിങ്ങൾ ലജ്ജിച്ചു പോകരുത്. തല ഉയർത്തി നിൽക്കണം, ധൈര്യത്തോടെ നിൽക്കണം. കാരണം നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഇനി തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരും. അതായത് ക്രിസ്തുവേശുവിൽ ഭക്തിയോടുകൂടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. നിങ്ങൾ സുവിശേഷം പറയാൻ പോകണമെന്നില്ല. ശരിയായ വചനപ്രകാരം ശരിയായ നിലയിൽ വിശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി സത്യസന്ധമായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്. ആരുപദ്രവിക്കുന്നത്? ദുഷ്ടമനുഷ്യർ. 2, മായാവികൾ. ഞാനിപ്പോൾ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നില്ല. പിശാചും ദുഷ്ടമനുഷ്യരും ഒരുമിച്ച് ചേർന്ന് വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷ്ടമനുഷ്യരും ദുരാത്മാക്കളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ടും മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരും. ദൈവജനത്തിന് ഈ ഭൂമിയിൽ പീഡനമുണ്ട്. ആ പീഡനത്തിൻ്റെ മുമ്പിലുള്ള യഥാർത്ഥ വിശ്വാസിയുടെ മനോഭാവം പ്രതിഷേധമല്ല, തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയല്ല, നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുക. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവം അവരെ ന്യായം വിധിക്കാൻ വേണ്ടിയല്ല. ഒരു മനുഷ്യനെ ന്യായം വിധിക്കാൻ, ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിപ്പാൻ അവകാശമില്ല. ശത്രുവിനെ സ്നേഹിപ്പാനാണ് നമ്മുടെ അവകാശം. വല്ല വിധേനയും അവർ പിശാചിൻ്റെ പിടിയിൽ നിന്നും ഒഴിഞ്ഞ് സത്യം മനസ്സിലാക്കി
നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുമോ എന്നോർത്ത് അവർക്ക് വേണ്ടി ഉപവസിച്ച് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ പീഡനത്തിന് മുമ്പിൽ സഭ പതറിപ്പോകരുത്. ഒരിക്കൽ കൂടി ബജറംഗ് ദളിന് എൻ്റെ കോടി സ്തോത്രം. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ആൾ.